നമ്മൾ അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ രൂക്ഷത കണ്ടതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കിസ കുർസിക്ക എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ ആ സിനിമയ്ക്ക് സെൻസർ കൊടുക്കാതെ സിനിമയുടെ സംവിധായകനെയും മറ്റുള്ളവരെയൊക്കെ തന്നെ അന്ന് നടന്മാരെയൊക്കെ തന്നെ പിടിച്ചകത്താക്കുന്ന ഒരവസ്ഥ കണ്ടതാണ്. അന്നത്തെ കാലത്ത് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു വളരെ ശക്തമായ രീതിയിൽ. അന്ന് ആ 75 മുതൽ 77 വരെ എന്ത് എഴുതണം, എന്ത് പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒരു സംഘം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതായത് സർക്കാരിൻ്റെ സെൻസർ സംഭവം. അതിന് സമാനമായ സ്ഥിതിയിലാണ് ഇവിടെ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്, ഒരു പാരഡി പാട്ട് പാടുന്നത് ഒക്കെ തന്നെ വലിയ കുറ്റമായിട്ട് കാണുക. എന്നാൽ നേരെ മറിച്ച് വിമർശനങ്ങൾ ഉയർത്തുന്ന വാർത്തകൾ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ ഓടിച്ചിട്ട് പിടിക്കുന്നു ഇല്ലേ? ഒരുപാട് വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് CPMൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നു. ഒരു നടപടിയില്ല. അങ്ങനെ സൈബർ ആക്രമണം നടത്തിയവരെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടു. CPMൻ്റെ ഉന്നതരായ നേതാക്കൾ പോയി ഈ പ്രതികളാക്കി പോലീസ് പിടിച്ചുകൊണ്ട് പോയവരെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്നതും കണ്ടു. അതേപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഇപ്പോൾ ഇന്ന് തന്നെ VD സതീശൻ പറയുന്നു, എനിക്കെതിരെ വന്ന സൈബർ ആക്രമണത്തിൻ്റെ പേരിൽ പല പരാതി കൊടുത്തു, ഒരു നടപടിയില്ല. ഇതിനെക്കാട്ടിൽ രൂക്ഷമായിട്ടായിരുന്നു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ മകൾ അച്ചു ഉമ്മനെതിരായിട്ട് CPMൻ്റെ അറിയപ്പെടുന്ന നേതാക്കൾ ആ പെൺകുട്ടിയുടെ വസ്ത്രത്തെക്കുറിച്ച്, ആ പെൺകുട്ടിയുടെ വർത്തമാനത്തെക്കുറിച്ചും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തി. അവർ പരാതി കൊടുത്തു, ഒരു നടപടിയും ഉണ്ടായില്ല. ആരെയും അറസ്റ്റ് ചെയ്തില്ല, വീട് വളഞ്ഞ് ആരെയും പിടിച്ചുകൊണ്ട് പോയില്ല, ഒന്നും ചെയ്തില്ല. ആ പ്രതികളൊക്കെ തന്നെ ഇവിടെ അതിനകത്ത് 2 പേര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഒരു നടപടിയും ഉണ്ടായില്ല. അതായത് ഭരണകൂടത്തെ വിമർശിക്കരുത്, ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് CPM ലക്ഷ്യം. അത് തന്നെ. അത് നോക്കിയാൽ മതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചു, മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടു, മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. നിങ്ങളെന്തിനാണ് UP നോക്കി ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതാണ്.